ഇന്നലെ 7 ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നാളെ അടുത്ത് തുടങ്ങുകയാണ്. 2 ഘട്ടങ്ങളിലായാണ്. ഇലക്ഷന് മുന്നേ ഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തലസ്ഥാനത്ത് ബി ജെ പിക്ക് ഇത്തവണ 60-ൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ശ്രീലേഖ IPS ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ട് അത് വലിയ ചർച്ചയായി, പിന്നീട് അവർ പിൻവലിക്കുകയും ചെയ്തു. എന്തായാലും ഇത്തവണ തലസ്ഥാനം BJP കൊണ്ടുപോകും എന്നാണ് BJP നേതാക്കളടക്കം അല്ലെങ്കിൽ തലസ്ഥാനത്തെ ജനങ്ങളടക്കം പറയുന്നത്. കാരണം നേരത്തെ CPM ആണ് ഭരിച്ചത്. മേയറമ്മ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, പക്വതയില്ലാത്ത ഒരു മേയർ ഭരിക്കുമ്പോൾ ഒരു തലസ്ഥാനം എങ്ങനെ ആകരുത് എന്ന് നമ്മൾ കണ്ടു. ആ ഒരു കാഴ്ച, വികസനമില്ല, അഴിമതി മാത്രം നിറഞ്ഞ ഒരു ഭരണം, ഇതൊക്കെ ആളുകൾ മടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും BJP വരട്ടെ എന്ന വികസനമാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇത്തവണ തലസ്ഥാനം BJPക്കൊപ്പമായിരിക്കുമോ? സംശയമില്ലാത്ത കാര്യമാണ്. തിരുവനന്തപുരത്തു നിന്ന് ലഭിച്ച ഫീഡ്ബാക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ മറ്റൊരു എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു കാര്യം കൂടെ പറയാം. പത്രങ്ങൾ കിട്ടിയാലും റിപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യം, അതായത് കോൺഗ്രസിൻ്റെ മാസ് ബേസ് തകർന്നിരിക്കുന്നു. തൃണമൂല തലത്തിൽ, അതായത് ബൂത്ത് തലത്തിൽ അതിന് ഒരു തരത്തിലുള്ള സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും കൊട്ടിക്കലാശങ്ങളിൽ അതിൻ്റെ ഒരു സാന്നിധ്യം തിരിച്ചറിയിക്കാനുള്ള ഒരു വിരുദ്ധ അത് കാണിച്ചില്ല. മേക്കിംഗ് ഇറ്റ്സ് പ്രസൻസ് ഫെൽറ്റ്, ആ ഒരു പ്രതിഭാസം ഉണ്ടായതേയില്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ജയിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിലുള്ള മുസ്ലിങ്ങൾ, കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ്സുകാർ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കോൺഗ്രസ്സുകാർ, അവർ എൻ മാസമായിട്ട് CPMന് വോട്ട് കൊടുക്കാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് BJPയെ എങ്ങനെ ബാധിക്കും എന്നെനിക്കറിയില്ല. അവർ കൂട്ടായി, അവരുടെ തീരുമാനം എന്ന് പറയുന്നത് എപ്പോഴും കൂട്ടായിട്ടുള്ള തീരുമാനമാണ്. ആ കൂട്ടായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്ന കാരണം BJP വരാതിരിക്കുക എന്നുള്ളൊരു വർഗീയത, ആ ഒരു വർഗീയതയുടെ കളി ഈ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ കണ്ടുവെങ്കിൽ വടക്കൻ കേരളത്തിലും അത് വരാതിരിക്കാൻ സാധ്യതയില്ല. വളരെ സത്യസന്ധനായിട്ടുള്ള കോൺഗ്രസ്സിലെ തന്നെ ഒരു മുസ്ലിം പറഞ്ഞ കാര്യമായത് 100% വിശ്വസിക്കുക. അത് മറ്റേത് സോഴ്സിൽ നിന്നും അല്ലത്, ഒരാരോപണം ഉന്നയിക്കുന്നതും അല്ല. അങ്ങനൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ട്. കാരണം BJP എന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമാകുമെന്നൊരു ഭീതി CPM അവരിൽ പരത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് എങ്ങനെ ബാധിക്കുമെന്ന് അറിയില്ല. പക്ഷേ തിരുവനന്തപുരത്തു നിന്ന് എനിക്ക് കിട്ടിയ അറിയിപ്പ് ഒരു 65 സീറ്റ് കൗൺസിലുകളിലെങ്കിലും BJP പിടിക്കും എന്നുള്ളതാണ്. 65. മൊത്തം എത്ര അവിടെ അംഗങ്ങളുടെ എണ്ണം ഓർമ്മയുണ്ടോ? അറിയാം, ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അത് നല്ലൊരു ഭൂരിപക്ഷമായിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ലാതെ ഇല്ല. അതുപോലെ തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ ശ്രീലേഖ മുൻ IPS അല്ല, മുൻ IPS, അവർ DGP ആയി, മുൻ DGP, അവർ വോട്ട് ചെയ്യാനായിട്ട് വന്നത് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ യുവറാണിമാരോടൊപ്പമാണ്, പ്രിൻസസ്മാരോടൊപ്പം. അപ്പോൾ അതൊരു കോൺഫിഡൻസാണ് കാണിക്കുന്നത്. പ്രിൻസസ്മാർക്കും കോൺഫിഡൻസ് ഉണ്ട്, ശ്രീലേഖയ്ക്കും കോൺഫിഡൻസ് ഉണ്ട് വിജയിക്കുമെന്നുള്ളത്. അങ്ങനെ ആണ് തീരുമാനം. അവരെ കോൺഗ്രസ്സുകാർ മുകളിൽ വലിയ നേതാക്കന്മാരെ വെച്ചിട്ടുണ്ട്, ശബരിനാഥിനെ പോലെ. പക്ഷേ അടിത്തട്ടിൽ ഒന്നുമില്ല. വേരുകളില്ല കോൺഗ്രസിന്, വേരുകൾ അറുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ 100 വാർഡ്, 100-ൽ 65 എന്ന് പറഞ്ഞാൽ 3/2 ഭൂരിപക്ഷമാണ്. ഈ 65 എന്ന് പറയുന്നത് ചിലപ്പോൾ അത്യുക്തിയായിരിക്കും. ഒരു 60എങ്കിലും എനിക്ക് തോന്നുന്നു, ഒരു 50-നും 60-നും ഇടയിൽ അവർ പിടിക്കും. ഇനി വേറൊരു കാര്യം കേൾക്കണോ? G. സുധാകരൻ രഹസ്യമായിട്ട് പറഞ്ഞാൽ, ഇനിയിപ്പോൾ എന്ത് നടപടിയെടുക്കാൻ ബ്രാഞ്ച് കമ്മിറ്റിയിലിരിക്കുക, രഹസ്യമായിട്ട് പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ പങ്കിടാം. ഇത് എക്സ്ക്ലൂസീവ് തന്നെയാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യാഥാർത്ഥ്യബോധത്തോടെ പറഞ്ഞതാണ്, അത്യുക്തി അല്ലതിൽ 5 സീറ്റുകളെങ്കിലും BJPക്ക് കിട്ടും. BJPക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അടുത്ത പ്രാവശ്യം കേരളം ഭരിക്കുന്ന അവർ തന്നെ കൂട്ടുകെട്ടുണ്ടാക്കും. 5 സീറ്റ് കിട്ടിയാൽ തന്നെ കൂട്ടുകൂടാൻ ആൾക്കാർ വരും. ഇന്ത്യയുടെ കൂട്ടുകൂടാനിപ്പോൾ രാജ്യങ്ങൾ വരുന്നത് എന്താ? കാരണം ഇന്ത്യക്ക് ഇപ്പോൾ അസറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ നോക്കൂ, നമ്മുടെ ഏറ്റവും വലിയ ഒരു വിപ്ലവം നടക്കാൻ പോവുകയാണ് ഇവിടെ, നിർമ്മിത ബുദ്ധിയുടെ വിപ്ലവം. മൈക്രോസോഫ്റ്റ് 15 ബില്യൺ
കോടി 15 ബില്യൺ കോടി എന്ന് പറഞ്ഞാൽ എത്ര കണക്കൂട്ടാൻ നമ്മൾ തല സ്തംഭിച്ചു പോകും. 15 ബില്യൺ കോടിയുടെ AI ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോവുക ഇന്ത്യയിൽ. ഇന്നത്തെ വാർത്തയാണ്, മനസ്സിലായോ? എന്തുകൊണ്ടാണ്? ഇന്ത്യക്ക് അസറ്റ്സ് ഉണ്ട്, ഇന്ത്യക്ക് അതുപോലെ യുവത്വമുണ്ട്, ജനസംഖ്യയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ 5 MLA സ്ഥാനമുള്ള പാർട്ടി ഏകദേശം ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് 5 സീറ്റ് കിട്ടിയ പാർട്ടിയായിട്ട് കൂട്ടുകൂടാൻ മറ്റുള്ളവർ വരും. മനസ്സിലായില്ലേ? ചെറിയ പാർട്ടികളായാലും വരും. വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇവർ പിടിക്കും, ഇവർക്ക് കൂടുതൽ സീറ്റ് കിട്ടും. 35 സീറ്റ് കിട്ടിയാൽ ബാക്കി ഞങ്ങൾ ഫില്ല് ചെയ്തോളാന്ന് പറഞ്ഞ് മറ്റു പാർട്ടികൾ ഇങ്ങോട്ട് വരും. സ്റ്റേബിളായിട്ടുള്ള ഗവൺമെൻറ്റുകൾ പിന്നെ തുടർച്ചയായിട്ട് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഡബിൾ എൻജിൻ ഗവൺമെൻറ് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫലം, റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ ആര്യ രാജേന്ദ്രന്റെ അഴിമതി, ഭരണം മികവില്ലായ്മ, ഇതൊക്കെ BJPക്ക് അനുകൂല ഘടകങ്ങളായി മാറിയില്ലേ? ആര്യ രാജേന്ദ്രൻ്റെ മാത്രമല്ല, അവരുടെ ഒരു ക്രിമിനൽ സ്വഭാവം, കണ്ടക്ടറെ വേട്ടയാടിക്കൊണ്ട് അവരെ തൊഴിലിനെ പിരിച്ച് തൊഴിലാളി വിരുദ്ധ സ്വഭാവം, ഇതെല്ലാം തൊഴിലാളിക്ക് അനുകൂലമായിട്ടും ആര്യ രാജേന്ദ്രനെതിരായിട്ടും ഒരു വികാര തരംഗം തന്നെ, സഹതാപ തരംഗം തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ, ആ അഹങ്കാരി ഇപ്പം എങ്ങും മത്സരിക്കുന്നില്ലല്ലോ, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെത്തുന്നില്ലല്ലോ. പ്രചാരണ രംഗത്ത് അവരെ കൊണ്ടുവന്ന് CPMൻ്റെ വോട്ട് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഞാൻ കണ്ട ഒരു കാര്യം, CPMൻ്റെ കേഡറുകളിൽ ആത്മവിശ്വാസം കുറഞ്ഞിരിക്കുന്നു. മുസ്ലിം വോട്ടുകളെല്ലാം അങ്ങോട്ട് കിട്ടിയിട്ടും അതുകൊണ്ടും BJPയെ നേരിടാൻ പറ്റത്തില്ലെന്നൊരു ബോധം. നോക്കൂ, ഇന്നലെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, SIR വന്നു കഴിഞ്ഞാൽ CPMൻ്റെ കള്ളത്തരം വ്യാജ വോട്ടുകളൊക്കെ അവിടെ നിൽക്കും. കണ്ണൂരിലും കാസർഗോട്ടും ഒക്കെ. അതോടുകൂടി അവിടെ പിന്നെ BJP പിടിക്കും, ഒരു സംശയമില്ലത്. കള്ളത്തരങ്ങൾ SIR വരുന്നതോടുകൂടെ CPMൻ്റെ ബലൂണിലെ കാറ്റും തീർന്നു. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആ തരത്തിലുള്ള ഒരു റിസൾട്ടായിരിക്കും. തിരുവനന്തപുരം പിടിക്കുന്നതോടുകൂടി മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്ത്, ട്രംപ് ഇരിക്കുന്നിടത്ത്, മംദാനി ന്യൂയോർക്ക് മേയറായിട്ട് വന്നതുപോലെ, ന്യൂയോർക്കല്ല ക്യാപിറ്റൽ, വാഷിങ്ടൺ എന്നറിഞ്ഞുകൊണ്ട് തന്നെ പറയുക എന്ന് പറയുക വലിയൊരു സംഭവമായിരിക്കും. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ BJPയുടെ മേയറായിരിക്കും നമ്മുടെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയും ഒക്കെ ആനയിക്കാൻ വേണ്ടി പോകുന്നത്, എതിരേൽക്കാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായോ? പിണറായിയുടെ മുഖത്തെ അപ്പോഴത്തെ ഒരു ശോഭ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഊഹിച്ചാൽ പറയുന്ന പിണറായി തന്നെ വീണ്ടും അധികാരത്തിൽ വരും. ആ സൂചന നമുക്കല്ല, നിയമം ഞാനത് പറയുന്നില്ലേ, ഞാൻ പിൻവലിക്കും. കാരണം ഇനി കുറച്ച് നാളും കൂടെ ഉണ്ടല്ലോ. മേയർ ഇപ്പം നിലവിൽ വരും, ഈ മാസം തന്നെ നിലവിൽ വരും. അതങ്ങ് മനസ്സിരിക്കട്ടെ. ഇനി 6 മാസം ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പ് വരാൻ. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ കുറച്ച് നാളെങ്കിലും ചെറിയ പ്രതീക്ഷ ഉണ്ട് പിണറായി വിജയൻ വരുമെന്നൊരു പ്രതീക്ഷയെന്ന് അല്ല, ചിലപ്പോൾ അങ്ങനെ അത് തെറ്റില്ല. ഒരു 5 സീറ്റുമായിട്ട് BJP വന്നാൽ മതി. പിന്നെ അടുത്ത പ്രാവശ്യം ഒരു പിണറായി വിജയൻ ഒരു CPM-കാരനും ഇവിടെ കേരളം ഭരിക്കാൻ പോകുന്നില്ല. അവസാനത്തെ ഭരണമായിരിക്കും. ദ ലാസ്റ്റ് എംപറർ ഓഫ് മഞ്ചൂറിയ എന്ന് പറയുന്നത് ലാസ്റ്റ് CPM എംപറർ ആയിരിക്കും പിണറായി വിജയൻ. അതായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, വിഷമമുണ്ടതിൽ. കാരണം സമത്വ സുന്ദരമായ സോഷ്യലിസ്റ്റ് ഭൂമി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നമ്മളൊക്കെ കുറേ മോഹിപ്പിച്ച് മുദ്രാവാക്യങ്ങളും വിളിച്ച് അതിൻ്റെയൊക്കെ മണ്ടത്തരം ഇപ്പോൾ ഓർമ്മ വരുന്നു. അതുകൊണ്ട് ഇത്തിരി വിഷമമുണ്ട്. ആയിരുന്നു പാസ്റ്റൻസി പറയണം. ഇത് കേൾക്കൂ, ഇത് കായംകുളം ഉൾപ്പെടെ ഈ സുധാകരൻ്റെ പ്രദേശം മുഴുവൻ, ഞങ്ങളുടെ ഓണാട്ടുകര, അതുപോലെ ഞങ്ങളുടെ ഭാഗം പന്തളം, ഇവിടെ എല്ലാം കമ്മ്യൂണിസ്റ്റ് കോട്ടകളായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് പന്തളത്താണ് നടന്നിരുന്നത്. ആ മുനിസിപ്പാലിറ്റിയാണ് BJP പിടിച്ചെടുത്തത്. നോക്കൂ, വന്നിരിക്കുന്ന ആ ട്രാൻസ്ഫർമേഷൻ, മാറ്റമല്ല ഇത്, ട്രാൻസ്ഫർമേഷൻ, പരിണാമമാണ്.